ഡയലോഗപീഡിയയുടെ ഒരു പ്രത്യേക പങ്ക്തിയിൽ യാത്രകളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും സിനിമയെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യാത്രകളാണ് നമ്മളിന്ന് കാണുന്ന സമൂഹത്തെ രൂപപ്പെടുത്തിയത്. മനുഷ്യൻ്റെ ആദ്യകാലം മുതൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടാണ്, ഓരോ യാത്രകളിലൂടെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ് പുതിയ അനുഭവങ്ങൾ, പുതിയ കാലാവസ്ഥ, പുതിയ ഭൂമി, പുതിയ ആകാശം, അങ്ങനെ പലതരം അനുഭവങ്ങളിലൂടെ കടന്നാണ് മനുഷ്യർ ഇന്നത്തെ രൂപത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും മനുഷ്യനെ വീണ്ടും വീണ്ടും പരിഷ്കരിക്കുന്ന, നവീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ പുറപ്പെടുമ്പോൾ ഉള്ള ആളല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന ഒരാൾ അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അറിവുകളും പുതിയ ആലോചനകളും പുതിയ ഭാവനകളും പുതിയ സങ്കല്പങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അയാൾ തിരിച്ച് എത്തുക. അങ്ങനെ തിരിച്ചെത്തുന്നത് വീണ്ടും ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനാണ് മനുഷ്യർ. അപ്പോൾ മനുഷ്യർ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ അത് ഒരു കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെ തന്നെ ആയി മാറും, ഒരു ചലനവും ഇല്ലാതെ. നമ്മൾ തന്നെ ഇപ്പോൾ യാത്ര, ബസ് കയറി യാത്ര, ട്രെയിൻ കയറി യാത്ര തന്നെ വേണമെന്നില്ല. അത് പറ്റില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് യാത്ര ചെയ്യും, നമ്മൾ പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്യും, സിനിമകളിലൂടെ യാത്ര ചെയ്യും, സംഗീതത്തിലൂടെ യാത്ര ചെയ്യും, അങ്ങനെ പലതരം മാധ്യമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. എൻ്റെ യാത്രകൾ കൂടുതലും വലിയ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിലേക്കുള്ള യാത്രകളാണ്. അത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ഫെസ്റ്റിവലുകളിൽ പ്രതിനിധിയായും ജൂറിയായും ഒക്കെ പലവട്ടം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, സെമിനാറുകളിൽ പങ്കെടുക്കാൻ. അപ്പോഴൊക്കെ എന്നെ നയിച്ചിട്ടുള്ളത്, എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്തിൻ്റെ, ചിലർക്കെല്ലാം ഭയങ്കര ആഹ്ലാദം ഉണ്ടാക്കുന്ന പോലെ വലിയ കെട്ടിടങ്ങൾ കാണുന്നതിലല്ല ഞാൻ ആലോചിച്ചിട്ടുള്ളത്. മനുഷ്യർ ചരിത്രം അന്വേഷിക്കുക. നമ്മളൊരു പക്ഷേ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ആലോചിക്കുക, ഇവിടെ ഇതിനു മുമ്പ് എത്രയോ മനുഷ്യർ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷം മുമ്പ് മനുഷ്യർ ജീവിച്ച് മരിച്ചിട്ടുണ്ടാവും. ഇതിലേ നടന്നുപോയ മനുഷ്യർ, ഇടത്താവളമാക്കിയ മനുഷ്യർ, പീഡിതരായിട്ടുള്ള മനുഷ്യർ, കൊല്ലപ്പെട്ട മനുഷ്യർ, അവരുടെ നിലവിളികൾ, അതെല്ലാം ഒരു സ്ഥലത്തുണ്ടാവും. അപ്പോൾ നമ്മുടെ ചെവിയും കാതും, നമ്മുടെ ചെവിയും കണ്ണും ഒക്കെ തുറന്നു വെച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയും അവരെ. അത് നമ്മുടെ ചരിത്രബോധവും നമ്മുടെ രാഷ്ട്രീയ ബോധവുമാണ് നമ്മളെ അങ്ങനെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ, ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ചില മനുഷ്യരെയും അവരുടെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ കുഴിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ട്, കുഴിച്ചെടുക്കുകയും നമ്മുടെ വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഓരോ യാത്രകളും. അത് ഒരു സിനിമ, ഒരു ചലച്ചിത്ര മേളയാകുമ്പോൾ നിരവധി രാജ്യങ്ങളിലൂടെയുള്ള യാത്ര പോലെയാണത്. ഒരു സിനിമ തന്നെ, ഒരു സിനിമയുടെ കാഴ്ച തന്നെ നമുക്ക് ഒരു യാത്രയാണ്. പല മനുഷ്യരിലൂടെ, അവരുടെ അനുഭവങ്ങളിലൂടെ, അവരുടെ പോരാട്ടങ്ങളിലൂടെ, അവരുടെ ചരിത്രത്തിലൂടെ, അവരുടെ സംസ്കാരത്തിലൂടെ, അവരുടെ സങ്കടങ്ങളിലൂടെ, അവരുടെ പ്രതീക്ഷകളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിൽ നമുക്ക് അറിയുന്ന മനുഷ്യരും അറിയാത്ത മനുഷ്യരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ ധരിച്ച ചില ധാരണകൾ നമുക്ക് പെട്ടെന്ന് തിരുത്തപ്പെടും. ഉദാഹരണത്തിന് സിനിമയിൽ നിന്നാണ് ഞാനൊക്കെ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ LGBT പ്രശ്നങ്ങളും മനുഷ്യരുടെ സാധാരണമല്ലാത്ത ബന്ധങ്ങളുടെ ഒക്കെ സിനിമകൾ കണ്ടിട്ടാണ് മനുഷ്യർ, ഇങ്ങനെയും മനുഷ്യരുണ്ട്, അതൊരു ബയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ്, അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കരുതുന്ന പോലെ അതൊരു വഴിതെറ്റിയ ഒരു ജീവിതമല്ല. അങ്ങനെ തന്നെയാണ് അവരുടെ ഉള്ളിലെ സമ്മർദ്ദങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രണയവും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ പൊള്ളുന്ന അനുഭവമായി നമുക്ക് സിനിമകളിലൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരൊരു രാജ്യം എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് പുസ്തകത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സിനിമയിലൂടെ മനസ്സിലാവും. അതുകൊണ്ട് ഈ യാത്ര, ഈ സിനിമയുടെ യാത്രകളിലൂടെയാണ് നമ്മൾ ഒരുപക്ഷെ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, സൂക്ഷ്മമായി കണ്ട ആളുകൾക്ക് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് വലിയ താമസമില്ലാതെ തകരാനാണ് പോകുന്നത് എന്ന് ചില സൂചനകളെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ധാരാളം ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയ അനുഭവങ്ങൾ സിനിമയുടെയും മനുഷ്യരുടെയും ധാരാളം സുഹൃത്തുക്കളുടെയും പുതിയ സുഹൃത്തുക്കളുടെയും ഒക്കെ അനുഭവങ്ങളാണ് ഞാൻ ഈ പങ്ക്തിയിൽ
ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുക. ഇപ്പോൾ ആദ്യം ഞാൻ സംസാരിക്കുന്നത് ഈ തൊട്ട് മുമ്പ്, ഇപ്പോൾ ഒരു 15 ദിവസം മുമ്പ് ഞാൻ പോയ സൗദി അറേബ്യ ഫിലിം ഫെസ്റ്റിവലാണ്. സൗദി ഫിലിം ഫെസ്റ്റിവൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫെസ്റ്റിവൽ അതോറിറ്റി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു. സൗദി അറേബ്യയിൽ ഒരു ഫിലിം ഫെസ്റ്റിവലോ എന്ന് നമ്മൾ പെട്ടെന്ന് അമ്പരന്ന് പോകും. കാരണം സിനിമ ഹറാമായിട്ടുള്ള, സിനിമ നിഷിദ്ധമായി കരുതിയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു ഫിലിം ഫെസ്റ്റിവൽ സാധ്യമാകുക എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ സകല ഉത്കണ്ഠകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഫെസ്റ്റിവലിൻ്റെ ഡോക്യുമെൻ്ററി സെക്ഷൻ്റെ കോമ്പറ്റീഷൻ്റെ ജൂറി ചെയർമാനായിട്ടാണ് എന്നെ വിളിച്ചത്. ഒപ്പം അവർ ഈ വർഷം ഒരു ഇന്ത്യൻ ഫോക്കസ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ ഇന്ത്യൻ സിനിമകളെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അവർ പരിശോധിച്ചിട്ടാണ്. ഞാനും MK രാഘവേന്ദ്ര എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഫിലിം ക്രിട്ടിക് ഉണ്ട്, അദ്ദേഹം ഞാനും കൂടി എഡിറ്റ് ചെയ്തിട്ടുള്ള ക്രിട്ടിക്സ് ഓൺ ഇന്ത്യൻ സിനിമ, ഇന്ത്യയിലെ ഫിലിം ക്രിട്ടിക്കുകൾ എഴുതിയിട്ടുള്ള ഒരു വലിയ പുസ്തകമാണത്. ഇന്ത്യൻ സിനിമയെ സമഗ്രമായി പരിശോധിക്കുന്ന ഒരു പുസ്തകമാണത്. ആ പുസ്തകം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് ആരെങ്കിലുമൊക്കെ അവർ റെക്കമെൻഡ് ചെയ്തായിരിക്കാം. ആ പുസ്തകം അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. എല്ലാ വർഷവും അവർ 10-20 പുസ്തകങ്ങൾ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഗൗരവ സ്വഭാവം മറ്റ് ഫെസ്റ്റിവലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അവർ നമ്മളെ സ്വീകരിക്കുന്നതും നമ്മളെ പരിഗണിക്കുന്നതൊക്കെ തന്നെ മറ്റ് സാധാരണ ഫെസ്റ്റിവലുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടാണ്. അത്ര ഊഷ്മളമായിട്ടാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. ഇതൊക്കെ ഈ സൗദിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം തിരുത്തിയെഴുതുന്ന സംഗതിയാണ്. ഇവിടെ എങ്ങനെ ഒരു സിനിമ സാധ്യമാവും എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് വലിയ മാറ്റത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളും വിമോചനത്തിൻ്റെ സ്വപ്നങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ പുതിയ തലമുറയും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എങ്ങനെയാണ് പരിശോധിക്കുന്നത്, എങ്ങനെയാണ് അവർ അതിനെക്കുറിച്ച് സങ്കല്പിക്കുന്നതെന്നൊക്കെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ദമാമിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ദമാമിനും അൽക്കോബാറിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അറാംകോ എന്ന ഓയിൽ കമ്പനിയുടെ സ്ഥലമാണത്. അവരുടെ ആ പ്രദേശം മുഴുവൻ അവരുടെയാണ്. അവർ ആദ്യത്തെ എണ്ണക്കിണർ കുഴിച്ച അതിൻ്റെ ഓർമ്മയിൽ നിന്ന് ആണ് ഒരു വലിയ സ്മാരകം പോലെ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി. അതവർ പറയുന്നത് ആദ്യത്തെ കിണർ കുഴിച്ച് അവർ അവസാനം എത്തുമ്പോൾ 3 വലിയ പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ അതിനടിയിലേക്കാണ് എണ്ണ ഉണ്ടായിരുന്നത്. ആ 3 പാറക്കല്ലിൻ്റെ ആകൃതിയിലാണ് പുതിയ ഒരു വലിയ സമുച്ചയം അവർ പടുത്തുയർത്തിയത്. അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സമുച്ചയമാണത്. 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമാണ്. 18 നിലകളുള്ള, പുറമേ നോക്കുമ്പോൾ വളരെ ദൂരെ നിന്നിട്ടാണ് നമ്മൾ വാഹനത്തിൽ വരുമ്പോൾ അതൊരു കെട്ടിടമാണെന്ന് തോന്നില്ല നമുക്ക്. 3 വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പോലുള്ള ഒരു ഡിസൈനാണത്. അതൊരു നോർവീജിയൻ ഡിസൈനർ ഒരു കമ്പനി ചെയ്തതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണുള്ളത്. ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ ഇതിൻ്റെ 10ാമത്തെ എഡിഷനാണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്ര എന്ന ഈ കൾച്ചറൽ കോംപ്ലക്സും സൗദി സർക്കാരിൻ്റെ കൾച്ചറൽ മിനിസ്ട്രിയും ഈ ഫെസ്റ്റിവലിനെ പിന്തുണയ്ക്കുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ ആദ്യമൊക്കെ ഒരു പക്ഷേ ഒരുതരം രഹസ്യ സ്വഭാവത്തിൽ ചെറിയ സ്ഥലങ്ങളിൽ, സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിൽ നടത്തിയിരുന്ന, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നടത്തിയിരുന്നൊരു ഫെസ്റ്റിവലാണിത്. അത് അഹമ്മദ് അൽ മുള്ള എന്ന് പറഞ്ഞ കവി ആണ് ഇതിൻ്റെ ഈ ഒരു ഫെസ്റ്റിവൽ ആരംഭിച്ച ഒരാൾ.
ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും. അദ്ദേഹത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ഹന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ഇവർ രണ്ടും പേരും കൂടിയാണ് സിനിമ അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ആ സിനിമ അസോസിയേഷൻ്റെ പേരിലാണ് ഈ ഫെസ്റ്റിവൽ അവർ ആരംഭിച്ചത്. അവർ ഫോക്കസ് ചെയ്യുന്നത് അറബ് സിനിമകളെ കുറിച്ചിട്ടാണ്. സൗദി അറേബ്യയിൽ അന്ന് സിനിമയില്ല, ഇപ്പോൾ വളരെ പതുക്കെ സിനിമ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിർമ്മിച്ച ഒരു വനിത ഒരു സ്ത്രീ നിർമ്മിച്ചൊരു സിനിമയുണ്ട്, വാജ്ദ എന്ന് പറഞ്ഞിട്ട്. അതാണ് ആദ്യത്തെ സ്ത്രീ സിനിമ. അത് അവിടെ ഷൂട്ട് ചെയ്തതല്ല, അവർ രഹസ്യമായിട്ടൊക്കെ കാറിനകത്തിരുന്നും ഒക്കെ പലതരത്തിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണത്. ഇന്ന് സിനിമ ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല, സ്ത്രീകൾക്ക് സിനിമ ചെയ്യാൻ അനുവാദമില്ല. പക്ഷെ അവർ സാഹസികമായി ചെയ്ത സിനിമയാണത്. അത് നിരവധി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ വലിയ താല്പര്യമുണർത്തിയ സിനിമയാണത്. ആ സിനിമ നമ്മുടെ മലയാളത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ഫിലിം സൊസൈറ്റികളൊക്കെ കാണിച്ചിട്ടുണ്ട് ആ സിനിമ. അതിലൊരു പ്രത്യേകതകളുണ്ടായിരുന്നു, അത് മലയാളം സബ് ടൈറ്റിൽ ചെയ്തിട്ടാണ് കേരളത്തിലെ ഫിലിം സൊസൈറ്റികൾ ധാരാളം സ്ഥലങ്ങളിൽ കാണിച്ചത്. അപ്പോൾ അവിടെ എന്തോരു മാറ്റം വരാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ധാരാളം സ്ത്രീകൾ സിനിമ ചെയ്യാൻ മുമ്പോട്ട് വരികയാണ്. ഞാൻ ആ ഫെസ്റ്റിവലിൽ ഒരു 4-5 സ്ത്രീകളെങ്കിലും അവർ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിലരൊക്കെ സിനിമ കംപ്ലീറ്റ് ആക്കി സംവിധായകരെ കാണുകയാണ്, തിരക്കഥ എഴുതുന്ന സ്ത്രീകൾ, അഭിനയിക്കുന്നവർ. അത് നമ്മൾ തികച്ച ഒരു അവിശ്വസനീയമെന്ന് പറയാൻ പറ്റും. അത്തരം മാറ്റം വേഷത്തിലൊക്കെ മാറ്റം വരികയാണ്. നിങ്ങളുടെ മതപരമായ വിശ്വാസം വേറെ, നിങ്ങളുടെ സാംസ്കാരിക ജീവിതം വേറെ, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ അവർ അവരുടെ ഒരു 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 സങ്കല്പവും അവരുടെ സ്വപ്നവും അവർ തന്നെ നെയ്തെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഫെസ്റ്റിവലിൽ ധാരാളം സ്ത്രീകളും വരുന്നുണ്ട്, പുരുഷന്മാരും വരുന്നുണ്ട്. സിനിമ കാണുന്ന മാത്രമല്ല, അവർ നമ്മുടെ ഫെസ്റ്റിവൽ പോലെ രാവിലെ തൊട്ട് തുടങ്ങുന്നില്ല. അവർ കൾച്ചറൽ കോൺഫറൻസിൽ 2 മണി മുതലാണ് സിനിമ, രാത്രി 9:30, രാത്രി 12 മണി വരെയൊക്കെ സിനിമ പോകും. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അറബികൾ സിനിമ കാണാൻ വരുന്നുണ്ട്. അവിടെ സിനിമ കാണിക്കുന്ന കൂടാതെ പലതരം വർക്ക്ഷോപ്പുകളുണ്ട്. സ്ക്രിപ്റ്റ് വർക്ക്ഷോപ്പ്, ആദ്യമായി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർക്ക് ഉള്ള വർക്ക്ഷോപ്പ്, കൂടാതെ തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾ, ഷൂട്ട് ചെയ്തിട്ടില്ലാതെ തിരക്കഥകൾ ക്ഷണിച്ച് അതിന് മത്സരമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വെറ്റിംഗ് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. വലിയ എക്സ്പേർട്സൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് മികച്ച ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുകയും വലിയ തുക സമ്മാനം കൊടുക്കുകയും അതിൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ പ്രൊഡ്യൂസർമാരെ വളരെ എളുപ്പത്തിൽ കിട്ടുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനമാണ്. അതുപോലെ ആക്ടിംഗ് വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതുൽ കുൽക്കർണിയാണ് ആക്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്പിന് വന്ന ഒരാൾ. അതുൽ കുൽക്കർണി നിങ്ങൾക്കെല്ലാം അറിയാം, വളരെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ നടനാണ്. അപ്പോൾ നമ്മളൊരു സെമിനാറുകൾ അവർ നടത്തി, നിരവധി വിഷയങ്ങളിലുള്ള സെമിനാറുകൾ. അതിലൊരു വിഷയം ദ റിലേഷൻസ് വിത്ത് ഇന്ത്യൻ സിനിമ ആൻഡ് അറബ് സിനിമ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് അങ്ങനെ ഈ അറബ് സിനിമയും ഇന്ത്യൻ സിനിമയും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ഇന്ത്യൻ സിനിമ പോപ്പുലറാണ് അവിടെ. ഇന്ത്യയിലെ പോപ്പുലറായിട്ടുള്ള സിനിമകൾ ഹിന്ദി സിനിമയാണ്. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിന്ദി സിനിമ മാത്രമാണ്. പക്ഷേ സെമിനാറിൽ ഉയർന്നു വന്ന പ്രധാന ഒരു സംവാദം, അതിലൊരു പേപ്പർ ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതിൽ അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത്. ഞാനവരത് പറയണ്ടായി, പിന്നെ കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികളുമായി ബന്ധമുള്ളൊരു രാജ്യമാണ്. വ്യാവസായികമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങളുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി പണിയുന്നത് കേരളത്തിലാണ്.
അത് AD 628 കൊടുങ്ങല്ലൂരുള്ള ജുമാ മസ്ജിദ്. അതാണ് ഇന്ത്യയിൽ ആദ്യത്തെ അപ്പോൾ അവർക്കതൊരു വലിയ കൗതുകമാണ്. സെമിനാറിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് ഒരു പുതിയ അനുഭവമാണത്. അപ്പോൾ കേരളം എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ടെങ്കിലും കേരളത്തെക്കുറിച്ച് അത്ര വലിയ ആഴത്തിലുള്ള ധാരണയില്ല പലർക്കും. ഇമേജുകളിലൂടെ അതിൻ്റെ കഥയിലൂടെ എങ്ങനെയാണ് പരസ്പരം ഈ സംസ്കാരങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയത്, എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹിന്ദി സിനിമയിൽ തന്നെ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ, അറബ് സംസ്കാരത്തിൻ്റെ, അറബ് കഥകളുടെയൊക്കെ സ്വാധീനമുണ്ടായിരുന്നത്. നമ്മളെ സിനിമയിലൊക്കെ ധാരാളം അറബ് കഥകളുണ്ടല്ലോ. ലൈല മജ്നു ഉണ്ട്, പേർഷ്യൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അറബ് ഭാഷയും പേർഷ്യൻ ഭാഷയും അതിൻ്റെ ഒരു ഹിന്ദി ഭാഷയായിട്ടുള്ള കൂടിച്ചേർന്നിട്ടുള്ള ഉറുദു ഭാഷയുണ്ട്, ഉറുദുവിലെ ഗസലുകൾ, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയുണ്ടായി. വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട സംഗതി, അവർ അറബ് സിനിമകളുടെ ഒരു ഫോക്കസാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണലായിട്ട് മറ്റു രാജ്യങ്ങളുടെ സിനിമയല്ല, അറബ് സംസ്കൃതിയെ അടയാളപ്പെടുത്തുന്ന, അതിൻ്റെ ഒരു പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്ന സിനിമകളാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഈ സൗദി അറേബ്യയിൽ മാത്രമല്ല, GECക്ക് വേണ്ടി പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഉണ്ട്, സൗദി ഫിലിംസിന് പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. GEC കൺട്രീസിൻ്റെ ദുബായ്, കുവൈറ്റ്, ബഹ്റിൻ, അങ്ങനെയൊക്കെയുള്ള ഒമാൻ, അതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് മത്സരമുണ്ട്. കൂടാതെ ഫോക്കസിൽ കാണിക്കാവുന്ന മറ്റേ മൊറാക്കോ, ലെബനോൺ എന്നൊക്കെ സ്ഥലങ്ങളുണ്ട്. ജൂറിയിലൊക്കെ എല്ലാ ജൂറികളിലും സ്ത്രീകളുണ്ട്. സ്ത്രീ തീർച്ചയായിട്ടും എല്ലാ ജൂറിയിലുമുണ്ട്. നടികളുണ്ട്, സംവിധായകരുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ, ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഈ പല യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചു വരുന്നവരുണ്ട്, സിനിമയൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഒരു പഴയ കാലം ഒക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് പതുക്കെയാണെങ്കിൽ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ പുരുഷൻ്റെ സഹായമില്ലാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല, അച്ഛനോ മകനോ സഹോദരനോ ആരുമില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് സ്ത്രീകൾക്ക് നേരത്തെ. അപ്പോൾ അതൊന്നുമില്ല, അവർക്ക് സ്വതന്ത്രമായി നടക്കാം. വേഷമൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള വേഷമുണ്ട്. പരമ്പരാഗതമായിട്ട് വേഷം ധരിക്കുന്നവരുണ്ട്, അതിൽ തന്നെ പരമ്പരാഗത വേഷത്തിൻ്റെ ഹിജാബൊക്കെ ധരിക്കുന്ന ഭയങ്കര മോഡേണൈസ് ചെയ്തിട്ട് ഭയങ്കര കളർഫുള്ളാക്കി ഹിജാബ് ധരിക്കുന്ന ആൾക്കാരുണ്ട്. അതുമല്ലാത്ത പുതിയ വസ്ത്രം ധരിക്കുന്നവരുണ്ട്. ആൺകുട്ടികളാണെങ്കിലും മോഡേൺ ഡ്രസ്സും ഉണ്ട്, ഇടയ്ക്ക് ചിലപ്പോൾ അറബ് വസ്ത്രം ധരിക്കും. സോ അങ്ങനൊരു വളരെ വ്യത്യസ്തമായ ഒന്നിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ സിനിമാ അസോസിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അവരുടെ സ്ഥാപനം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ തീരെയില്ല. ഞാൻ ഇന്ത്യയിലൊരു സ്ഥലത്തും അങ്ങനെ ഒരു സ്ഥാപനം കണ്ടിട്ടില്ല. പക്ഷേ സിനിമയോടുള്ളൊരു താല്പര്യമുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റുമുണ്ട്. ഒരു ചെറിയ ഗ്രൂപ്പ് വലിയ ധനസമാഹരണം നടത്തി ഒരു 4 നിലയിലുള്ളൊരു വലിയ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൽ ഒരു ഫിലിം ലൈബ്രറി ഉണ്ട്, ധാരാളം പുസ്തകങ്ങൾ, സിനിമയുടെ ആർക്കൈവ്സ് പോലുള്ള സ്ഥലങ്ങൾ, വലിയ മീറ്റിംഗ് സ്ഥലങ്ങൾ, പിന്നെ ഡിസ്കഷൻ ആയിട്ടുള്ള കോൺഫറൻസ് റൂമുകൾ, ഫിലിം പഠിക്കാനുള്ള പിന്നെ ലെക്ചർ ഹാളുകൾ, ക്യാമറ അടക്കമുള്ള വീഡിയോ എക്യുപ്മെൻറ്റ്സൊക്കെ വിൽക്കാനുള്ള അതിൻ്റെ എക്സിബിഷൻ, പിന്നെ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെ എല്ലാം നടക്കുന്ന അതിൻ്റെ എല്ലാം ചുമതല ഈ അഹമ്മദിനാണ്. അഹമ്മദാവട്ടെ നമ്മൾ സാധാരണ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറെ പോലെ അല്ല, എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും ഒരു ഡൗൺ ടു എർത്ത് പോലെ എല്ലാ മനുഷ്യർക്കൊപ്പം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, എവിടെയും എത്തുന്ന അങ്ങനത്തെ ഒരാൾ ആണ്. സാധാരണ ചില ഫെസ്റ്റിവലിൽ നിന്ന് ഡയറക്ടറെ കണ്ടുകിട്ടാൻ വലിയ പാടാണ്. എപ്പോഴെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന പ്രധാനപ്പെട്ട VIP പോലെയാണ്. ഇതങ്ങനെയല്ല. ഹന്നയും അതെ, നമ്മുടെ അഹമ്മദും അതെ. അതുപോലെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവർ ധാരാളം വിദേശ പ്രതിനിധികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന്, ഇപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ദിവസവും രാത്രി ഡിന്നർ, വലിയ കൂട്ടമാണ്. എനിക്കൊന്നൊരു ഡിന്നറിന് ഒരു 500-600 പേരെങ്കിലും മിനിമം ആ ഡിന്നർ ഹാളിൽ ഉണ്ടാവും. അവിടെ ആ ഡിന്നർ ഹാളിൽ തന്നെ പ്രത്യേകിച്ച് പെർഫോമൻസ് ഉണ്ടാവും, മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടാവും, പലതരം മ്യൂസിക്കൽ പെർഫോമൻസ്. അത് കഴിഞ്ഞാൽ
ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ വലിയ റിസോർട്ട് പോലെ ഒരു ഹാഫ് മൂൺ എന്ന് പറയുന്ന കടൽ തീരത്തിനോട് ചേർന്നുള്ളതാണ്. കടൽ തീരമല്ല അവരുടെയാണ്. അതിൻ്റെ അതിൽ തീരത്ത് പിന്നെ കസേരയൊക്കെ നിരത്തിയിട്ട് മുഴുവൻ ആളുകളും നേരം വെളുക്കുന്നിടം വരെയും ചായ കുടിക്കലും ഭക്ഷണം കഴിക്കലും ഹുക്ക വലിക്കലും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആണും പെണ്ണും ഒക്കെ ഉണ്ട്. അപ്പം അതെനിക്ക് പെട്ടെന്ന് അത്ര പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ മാറ്റമുണ്ടോ എന്നുള്ളത് അത്ഭുതം വരും. പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന, ആണും പെണ്ണും തമ്മിൽ മിണ്ടാൻ പറ്റാതിരുന്ന ഒരു സ്ഥലത്ത് സിനിമ വരുത്തിയ മാറ്റങ്ങൾ അത് അത്ഭുതകരമാണ് മാത്രം. അപ്പം അങ്ങനെ ഇനിയും ഞാൻ വിചാരിക്കുന്നത് ഈ സൗദി ഫെസ്റ്റിവൽ അവർ വേറെ കൂടുതൽ തലത്തിലേക്കൊരു മാറും. അപ്പോൾ കുറച്ചൊക്കെ അവർ സംസാരിക്കണ്ടേ. അവർ കൂടുതലും ബോളിവുഡ് സിനിമയും ഹോളിവുഡ് സിനിമയൊക്കെയാണ് അവർ പുതിയ തലമുറ കാണുന്നത്. അങ്ങനെ അല്ലാത്ത വേൾഡ് ക്ലാസിക്കുകളിലേക്ക് കൂടി പിന്നെ കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ജൂറിയിൽ സഹായിക്കാനുണ്ടായെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുണ്ട്, ഐഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നത് ആ കുട്ടി ഏകദേശം 1000-ഓളം സിനിമ, വേൾഡ് ക്ലാസിക്കൽ സിനിമ കണ്ടു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയെടുത്ത് പല അവൾ കണ്ട സിനിമയുടെ കാര്യമൊക്കെ ചോദിച്ചു. പാശ്ചാത്യത്തിലുള്ള പടം കണ്ടിട്ടുണ്ട്, വേൾഡ് ക്ലാസിക്കൽ കണ്ടിട്ടുണ്ട്, കുറസോടെ പടം കണ്ടിട്ടുണ്ട്, ഡിസിക്കയുടെ പടം കണ്ടിട്ടുണ്ട്, ഐസൻസിൻ്റെ പടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കറണ്ടും ആയിട്ടുള്ള പടങ്ങളും പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആ കുട്ടി റിയാദിലാണ്. അപ്പോൾ വേറെ പ്രൊഫഷണൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് ഈ 10 ദിവസം ഈ സിനിമയുടെ ഒരു പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഈ യാഥാസ്ഥികത്തിൻ്റെ ചരട് പതുക്കെ അയഞ്ഞു വരുന്ന വലിയ മാറ്റങ്ങൾ ഉടനെ സംഭവിക്കുന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ചരട് അയഞ്ഞു വരുന്ന ഒരു കാഴ്ച അവിടെ അറിയാനാവും. നേരത്തെ അങ്ങനെയല്ലല്ലോ. നേരത്തെ അവിടെ താമസിച്ചിരുന്ന അവിടെ ജോലി ചെയ്യുന്ന ധാരാളം മലയാളികളൊക്കെ ഉണ്ടൊക്കെ അവർ പറയുന്നത് നിസ്കാരത്തിൻ്റെ സമയത്ത് ആരെങ്കിലും നിസ്കരിക്കാൻ പോകാതെ അവിടെ കടയിലോ എവിടെയെങ്കിലും തെരുവിലൊക്കെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ടെങ്കിൽ ഈ പോലീസിനും കൂട്ടി വന്നിട്ട് അവർ ചൂരലിനടിക്കുന്നതാണ്. അവർ സ്ത്രീകൾ മുടി പുറത്ത് കാണിക്കുന്ന പോലെ അല്ല കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും തട്ടം മാറിയിട്ടുണ്ടെങ്കിൽ അതിനും ശിക്ഷയുണ്ട്. ഇപ്പം ആ പോലീസിനെയൊക്കെ അകത്ത് കയറ്റി അവരൊക്കെ വീട്ടിനകത്താണ്. അവർക്ക് ഈ ആദ്യ ഒരു നിയന്ത്രണത്തിനും അവർക്ക് യാതൊരു അവകാശമില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ടാണ് ഞാൻ വരുന്നത്. നമ്മൾ വലിയ പുരോഗതിയൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കുകയാണിപ്പോൾ. അവർ പക്ഷേ ചിലതൊക്കെ കുടഞ്ഞു കളഞ്ഞ് അവർ മുമ്പോട്ട് പോവാണ്. കാരണം വെച്ചാൽ അങ്ങനെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ട് മാത്രമേ ഒരു ജനതയ്ക്ക് പിന്നെ അതിൻ്റെ ഒരു പൂർണ്ണമായ വളർച്ചയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അവർ ശ്രമിക്കുന്ന അങ്ങനെയാണ്. അതൊരു സിനിമ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് അവർ പിന്നെ കരുതുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഗ്രൂപ്പ് തുടങ്ങിയ ഫിലിം ഫെസ്റ്റിവൽ വലിയ വിജയത്തിലേക്ക്, വലിയ സ്വീകാര്യതയുള്ള ഇതിലേക്ക് മാറുകയാണ്. അവരുടെ അവാർഡ് പ്രഖ്യാപിക്കുന്ന ചടങ്ങൊക്കെ തന്നെ വളരെ മനോഹരമാണ്. നമ്മളവിടുത്തെ പോലെ മുഴുവൻ ആൾക്കാരും മന്ത്രിമാരിൻ്റെ അട്ടിരിക്കാരൊക്കെ ഇരുന്ന് ഒരു മണിക്കൂർ പ്രസംഗമൊന്നുമില്ല. അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ വിളിക്കും, ജൂറിമാരെ വിളിക്കും, അവരെ അനൗൺസ് ചെയ്യും. അതിൻ്റെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. വലിയ ക്രൗഡ് വേണം, നല്ല തിരക്കുള്ള ക്രൗഡ് വേണം. ഒരു വ്യത്യസ്തമായ അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ധാരാളം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. ഇറാഖിൽ കുർദിസ്ഥാനിൽ പോയിട്ടുണ്ട്, ഇറാനിൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്, ജർമ്മനിയിൽ പോയിട്ടുണ്ട്, സ്പെയിനിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്, ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട്, ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ഫെസ്റ്റിവലിൻ്റെ ഒരു സമാന സ്വഭാവത്തിൽ നിന്ന് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വേറൊരു തലം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കൊരു ആ ഒരു അന്യ സ്ഥലത്ത് എത്തുപോലെ തോന്നുന്നില്ല. നമ്മളെ കാണുമ്പോൾ അവരൊക്കെ നമ്മളോട് സലാം പറയുകയും എല്ലാ മനുഷ്യരും ഒരു പരിചയമില്ലെങ്കിലും മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കുകയും വർത്തമാനം പറയുകയും കൈതരുകയും ഒക്കെ ചെയ്യുന്ന അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യനെ അറിയുന്ന ഒരു പ്രോസസ്സിലേക്ക് സിനിമ മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ എൻ്റെ വലിയ ലൈബ്രറി, ആ ലൈബ്രറിയെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ ലൈബ്രറി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. 3 നിലയിലുള്ള ലൈബ്രറിയാണ്.
അവിടെ പോയി നോക്കുമ്പം കുട്ടികൾക്ക് ഇരുന്നും കിടന്നും ഒക്കെ വായിക്കാം, കളിക്കാം. മറ്റു ലൈബ്രറിയിലൊക്കെ ആണെങ്കിൽ ഈ 2-3 നിലയിലും പല സെക്ഷൻസാണ്. വേൾഡ് ക്ലാസിക്കുകളുടെ അറബ് ട്രാൻസ്ലേഷൻ എല്ലാ പുസ്തകങ്ങളും ഞാൻ പല നോക്കി. ഇപ്പം പിന്നെ ഇംഗ്ലീഷും ഉണ്ട്, അറബിയുണ്ട്. പോയട്രി പ്രത്യേക സെക്ഷൻ, പിന്നെ വിജ്ഞാന സാഹിത്യം വേറെ. അവിടെയൊക്കെ ഇരിക്കുന്നത് കൂടുതലത് ഉപയോഗിക്കുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടത് കൂടുതൽ എല്ലായിടത്തും പെൺകുട്ടികളാണ് കൂടുതൽ. ലൈബ്രറിയിൽ പോയാലും ധാരാളം പെൺകുട്ടികൾ, അതിൻ്റെ ലോബിയിൽ പോയാലും അവിടെ എല്ലാം കമ്പ്യൂട്ടറൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കുട്ടികളിരുന്ന് പിന്നെ പഠിക്കാനും വർത്തമാനം പറയാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലായിടത്തും മെജോറിറ്റി പെൺകുട്ടികളാണ്. അപ്പോൾ സ്ത്രീകളുടെ ഒരു കരുത്ത് എവിടെയാണ് പ്രകടമാവുക, എവിടെയാണ് സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരാകുക, അവിടെയാണ് കൂടുതൽ മാനവികതയും കൂടുതൽ പുരോഗതിയും ഒക്കെ ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അനുഭവം ഇത് തീർച്ചയായിട്ടും ഈ സൗദി ഫിലിം ഫെസ്റ്റിവൽ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫെസ്റ്റിവൽ അനുഭവങ്ങളെക്കുറിച്ച് ഇനി പിന്നീട് സംസാരിക്കാമെന്ന് കരുതുന്നു.